ഇന്നത്തെ ഈ ഒരു ദിവസം എന്നെ ഈ സൂം മീറ്റിംഗിലേക്ക് നിങ്ങളുടെ ടീമിന്റെ മോർണിംഗ് മീറ്റിലേക്ക് വിളിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഉമർ ഉസ്താദിന് ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുകയാണ്, നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇന്നത്തെ ഈ ഒരു സൂം മീറ്റിംഗിലേക്ക് പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഒരിക്കൽ കൂടി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു ദിവസം ഒരു കുറച്ച് സമയം രാവിലെ ഒരു ദിവസം തുടങ്ങുമ്പോൾ അതിൻ്റെ ആ രാവിലെ തന്നെ കുറച്ച് സമയം ഒരുമിച്ച് നിങ്ങളോടൊപ്പം ചെലവഴിക്കാൻ അവസരം സർവേശ്വരൻ എനിക്ക് തന്നു എന്നത് ഏറ്റവും ഭാഗ്യമായിട്ട് കരുതിക്കൊണ്ട് എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫസലുള്ള സാർ പരിചയപ്പെടുത്തി. തയ്യൽ മേഖലയിൽ നിന്ന് കടന്നു വന്നയാളാണ് എന്നൊക്കെ പറഞ്ഞു. എൻ്റെ പേര് മിനി ഷിബു. വയനാട് ജില്ലയിൽ വാളവേൽ എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നലെ ഫസലുള്ള സാർ എന്നോട് ചോദിച്ചു, എത്ര വർഷമായി മാം ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നിട്ട്? MC ചെയ്യുമ്പം വളരെ ഭംഗിയായിട്ട് ഒന്ന് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ ഇത് വർഷം പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം വേറൊന്നുമല്ല, ഈ ഒരു തുടക്കം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറയുന്നത്, യഥാർത്ഥത്തില് ഞാൻ ഈ ബിസിനസ്സിലേക്ക് ഒരു കയ്യൊപ്പ് വെച്ച ഒരു സമയം എന്ന് പറയുന്നത് 2019 മാർച്ച് 17 അത് വെച്ച് കണക്ക് കൂട്ടിയാൽ ഇവിടെ ഇരിക്കുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആൻഡ് ലീഡേഴ്സ് എല്ലാവരും അതൊന്ന് കണക്ക് കൂട്ടിയാൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. 6 വർഷം ആകാൻ പോവുകയാണ്. 5 വർഷം കഴിഞ്ഞു, 5.25 വർഷമായി. അപ്പോൾ സമയത്തിന്റെ ഒരു കണക്ക് നോക്കിയാൽ അത്രയും വർഷമായി. അപ്പൊ ആളുകൾ സാധാരണക്കാരെല്ലാവരും ചിന്തിക്കുന്നത്, 6 വർഷം 5 വർഷം അല്ലെ 5.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഉള്ള ആളാണ്, അപ്പൊ ഇവർ ഇത്രയൊക്കെ എത്തിയതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ഇത്രയും വർഷം എടുത്തിട്ടല്ലേ എന്ന് ചിന്തിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ തന്നെ പറയുന്നത്, 5.25 വർഷമായി ഞാൻ ഇതിലേക്ക് എൻ്റെ പേരും അഡ്രസ്സും ഒരു ഫോമിൽ ഫില്ല് ചെയ്ത് ഒരു ഒപ്പിട്ട് കൊടുത്തിട്ടുള്ള സമയമാണ് 2019 മാർച്ച് 17 എന്ന് പറയുന്നത്. എന്നാൽ ആ ഒരു കാലയളവിന് ശേഷം ഇങ്ങോട്ട് കണക്ക് കൂട്ടി നോക്കിയാൽ ഒരു 1.5 വർഷം നമ്മളെല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരുന്നില്ലേ. ഒരു ഏതെല്ലാം പ്രവൃത്തി മേഖലയിലാണേലും എല്ലാവർക്കും വീട്ടില് ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. പിന്നെ വലിയ കമ്പ്യൂട്ടറിന്റെ IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മളെപ്പോലുള്ള വെറും സാധാരണക്കാരായ ആളുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ടെൻഷനായി വളരെയധികം പാനിക് സിറ്റുവേഷനിലൂടെ കടന്നുപോയ ഒരു കാലഘട്ടം. അപ്പൊ ആ ഒരു 1.5 വർഷം ഞാൻ ഈ പറഞ്ഞ സമയത്തിൽ നിന്ന് ഒഴിവാക്കണം. പിന്നെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്ന തയ്യൽ മേഖലയിൽ നിന്നാണെന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്. തയ്യൽ മേഖലയിൽ ഞാൻ ഒരു കരാട്ടെ ഡ്രസ്സ് തയ്ക്കുന്ന ഷോപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ യാദൃശ്ചികമായിട്ട് ആണ് എൻ്റെ കയ്യിലേക്ക് ഇതൊരു ബിസിനസ് അവസരമായിട്ട് കയ്യിലേക്ക് കിട്ടുന്നത്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ കുടുംബമായിട്ട് താമസിക്കുന്ന വീട്ടിൽ ഭർത്താവിന്റെ അമ്മ, ഭർത്താവ്, അതുപോലെ ഞങ്ങളുടെ 2 പെൺകുട്ടികൾ, ഇത്രയും പേരടങ്ങുന്ന കുടുംബമാണ്. അപ്പം ആ പെൺകുട്ടികളിൽ മൂത്തയാള് +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ഈ ബിസിനസ് മേഖലയിലേക്ക് വരുന്നത്. ബിസിനസ് പരിചയപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മൂത്ത മോള് 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം മുതൽ പീരീഡ്സ് ആയി തുടങ്ങിയതാണ്. ആദ്യമായിട്ട് വലിയ കുട്ടിയായതാണ്. ആ സമയം മുതൽ ഇങ്ങോട്ട് എല്ലാ മാസവും മോൾക്ക് കൃത്യമായി പീരീഡ്സ് ആവും. പക്ഷെ ആ പീരീഡ്സ് ആവുന്ന സമയത്ത് ശക്തമായിട്ടുള്ള വയറുവേദന, നടുവേദന, അതുപോലെ തന്നെ അതിലുപരിയായിട്ട് ഛർദി തുടങ്ങിയ നിർത്താതെ ഛർദിയാണ്. അപ്പൊ അങ്ങനെ ആ ഛർദിച്ച് അവശതയായി മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രിപ്പ് ഇട്ട് ഇഞ്ചക്ഷൻ എടുത്ത് ഇങ്ങനെ നിരന്തരം എല്ലാ മാസവും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. BP കുറഞ്ഞ് വല്ലാതെ ബുദ്ധിമുട്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അതിന് ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചു, ഗൈനക്കോളജിസ്റ്റുമാരെ അടക്കം നല്ല നല്ല ഗൈനക്കോളജിസ്റ്റുമാരെ കാണിച്ചു. ഒരു രക്ഷയില്ല, മാറ്റമില്ല. ആയുർവേദ മരുന്നുകൾ പരീക്ഷിച്ചു, ഹോമിയോ മരുന്നുകൾ പരീക്ഷിച്ചു. അങ്ങനെ ഒരു 4.5 വർഷം എൻ്റെ മോളെയും കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നൊരു സാഹചര്യത്തിൽ ഒരിക്കൽ എൻ്റെ കൂട്ടുകാരി, എന്നോടൊപ്പം 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ച എൻ്റെ കൂട്ടുകാരിയാണ് എനിക്ക് നമ്മുടെ മൈലേഴ്സിൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ അമേസിംഗ് റിസൾട്ടുള്ള പ്രോഡക്റ്റുകൾ, ഈശ്വരന്റെ കയ്യൊപ്പ് പതിഞ്ഞ പ്രോഡക്റ്റുകൾ എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന എലമെന്റ്സിന്റെ വെൽനസ് പ്രോഡക്റ്റ് ആയിട്ടുള്ള വുമൺ കമ്പാനിയൻ പരിചയപ്പെടുത്തിരുന്നത്. അപ്പൊ വുമൺ കമ്പാനിയൻ പരിചയപ്പെടുത്തന്നിട്ട് കൂട്ടുകാരി പറഞ്ഞത്, ഇത് നീ ഒന്ന് കൊടുത്തു നോക്ക്, ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് എന്ന് പറഞ്ഞ്
നീ ഒന്ന് കൊടുത്തു നോക്ക്, എത്ര പൈസ നീ ഇങ്ങനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അവസാനം ഒരു പരീക്ഷണം എന്നോണം ആണ് ഞാൻ എൻ്റെ മോൾക്ക് വുമൺ കമ്പാനിയൻ വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറായത്. വുമൺ കമ്പാനിയനോടൊപ്പം കവചപ്രാശ്ലേഹ്യവും അതുപോലെ ബ്ലഡ് പ്യൂരിഫയറും കോമ്പിനേഷൻ ആയിട്ട് തന്നു. അങ്ങനെ ആ 3 പ്രൊഡക്റ്റുകൾ എൻ്റെ മോൾക്ക് വാങ്ങിച്ചു കൊടുത്തു. 4.5 വർഷമായിട്ടുണ്ടായിരുന്ന പ്രശ്നത്തിന് ഒരൊറ്റ മാസം കൊണ്ട് പരിഹാരം കിട്ടി എന്നുള്ളതാണ് ഈ ബിസിനസ് മേഖലയിലേക്ക് ഞാൻ കടന്നു വരാനുള്ള കാരണം. അപ്പോൾ ഒരൊറ്റ മാസം കൊണ്ട് അതിന് പരിഹാരമായപ്പം കൂട്ടുകാരിയോട് വിളിച്ചു പറഞ്ഞു, നീ തന്ന പ്രൊഡക്റ്റ് സൂപ്പറാണ്, അടിപൊളിയാണ്, അപ്പൊ മോൾക്ക് അത് കുറവുണ്ട് കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ കൂട്ടുകാരി പറയാണ്, അത് നീ നിർത്തരുത്, ഒരു 3 മാസവും കൂടെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കണം. കാരണം ഇത് ആയുർവേദമാണ്, ശരീരത്തെ ഒന്ന് പിടിക്കണം, ഒരു കോഴ്സ് പോലെ അത് ഉപയോഗിക്കണം. അതുകൊണ്ടാണ്, അത് ഇനി വരാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നെ സംബന്ധിച്ച് വളരെയധികം സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന സമയമാണ്. അതുകൊണ്ട് വീണ്ടും കുറഞ്ഞ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടു. അതിനുശേഷവും ഇത് വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു മടി വന്നു. പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പൊ അത് കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഇത് നിനക്ക് വില കുറച്ച് വാങ്ങിച്ചു തരാം, അങ്ങനെ ഒരു അവസരമുണ്ട്, നീ എൻ്റെ കൂടെ ഒരു മീറ്റിങ്ങിന് വാ. അങ്ങനെ ഒരു ദിവസം വിളിച്ചതേ പോകുകയല്ല ഞാൻ ചെയ്തത്. നിരന്തരം എൻ്റെ കൂട്ടുകാരി പിന്നെ ശല്യം ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞ പോലെ ഓരോ മണിക്കൂർ വിട്ട് വിളിക്കുന്ന പോലെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു. ഒരു മീറ്റിങ്ങിന് വാ, ഒന്ന് പങ്കെടുക്ക്, എന്നിട്ട് നിനക്ക് ഉപകാരമുള്ള കാര്യമാണ്. അപ്പൊ എനിക്കിത് പറഞ്ഞു തരാൻ അറിയില്ല, നിനക്കത് കൃത്യമായിട്ട് പറഞ്ഞു തരാനുള്ള ആളുകൾ എൻ്റെ അടുത്തുണ്ട്, അപ്പൊ അവര് പറഞ്ഞു തരും, അത് നീ ഒന്ന് കേട്ട് മനസ്സിലാക്കിയിട്ട് നിനക്കത് വില കുറച്ച് വാങ്ങിച്ച് മോൾക്ക് കൊടുക്കാം, അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു. അങ്ങനെ നിരന്തരം ബുദ്ധിമുട്ടിച്ച് അല്ലെങ്കിൽ നിരന്തരമായിട്ട് വിളിച്ച് ശല്യം ചെയ്തപ്പോൾ ഇങ്ങനെ പോകാൻ മനസ്സില്ല. കാരണം തിരക്കാണ്. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മേഖല കരാട്ടെ ഡ്രസ്സ് തയ്ക്കുന്ന ഒരു ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അവിടെ വളരെ തിരക്കാണ്. അപ്പോൾ ആ തിരക്കിട്ട് ജോലി ചെയ്യുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ആവശ്യമായ വരുമാനം അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന വരുമാനത്തിലേക്കൊന്നും എനിക്ക് എത്താൻ സാധിക്കുന്നില്ല. കഠിനാധ്വാനം നന്നായി ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ കൂട്ടുകാരി വിളിക്കുമ്പോൾ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ദിവസത്തെ പണി പോകും. അത് മാത്രമല്ല, എനിക്ക് അവിടുന്ന് ലീവ് കിട്ടില്ല. അപ്പൊ ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ അങ്ങനെ പോകാൻ മടി കാണിച്ചത്. ആ സമയത്ത് നിരന്തരം ഇങ്ങനെ കൂട്ടുകാരി വിളിച്ച് ശല്യം ചെയ്തപ്പോൾ അവസാനം പറഞ്ഞു, കൂട്ടുകാരിയാന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒന്ന് വിളിച്ചാൽ ഒന്ന് വരുവോ പോലും ഇല്ല, അല്ലെങ്കിൽ നിന്നെ ബുദ്ധിമുട്ടിക്കാനല്ല, നിന്നെ കൊടുക്കാനൊന്നും അല്ല ഞാൻ വിളിക്കുന്നത്, നിനക്ക് ഗുണമുള്ള കാര്യത്തിനല്ലേ, ഒന്ന് വന്നുകൂടെ, ഇങ്ങനെയാണ് എല്ലാവരും പറയും കൂട്ടാണെന്ന്, പക്ഷെ അവസാനം കാര്യത്തോടെടുക്കുമ്പോൾ ആരും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരി സെന്റിമെന്റ്സ് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ദിവസം ഞാൻ ഈ കൂട്ടുകാരി വിളിച്ച ആ ഒരു മീറ്റിങ്ങിലേക്കൊന്ന് പോയി പങ്കെടുത്തു. ഒരു GTS പ്രോഗ്രാം. ആ ഒരു GTS പ്രോഗ്രാമിൽ ബത്തേരിയിൽ വെച്ച്, വയനാട്ടിലെ ബത്തേരിയിൽ വെച്ച് നടന്ന ഒരു GTS പ്രോഗ്രാമിൽ പങ്കെടുത്തതാണ് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈ ഒരു രാവിലെ ഇന്ന് ഒരു പരിചയമില്ലാത്ത ഈ ടീമിലെ ഒരു കുറഞ്ഞ 1-2 പേരെ മാത്രമാണ് ഞാൻ ശരിക്കും പരിചയപ്പെട്ടുള്ളൂ. നമ്മുടെ ഫസലുള്ള സാറിനെയും ഉസ്താദിനെയും പരിചയമുണ്ട്, വേറെ ആരെയും പരിചയമില്ല. അങ്ങനെ മറ്റു പരിചയമില്ലാത്ത കുറച്ച് ആളുകളുടെ മുമ്പിൽ എൻ്റെ ഈ ഒരു 5-5.5 വർഷത്തെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി ഒരു അവസരം കിട്ടിയത് പോലും അങ്ങനെയാണ്. ആ മാറ്റങ്ങളിലേക്ക് എത്തിയത് ഈ ഒരു അതിൻ്റെ തുടക്കമാണ് ഞാൻ പറഞ്ഞ ഒരു GTS പ്രോഗ്രാം. ആ GTS പ്രോഗ്രാമിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യം, എൻ്റെ ജീവിതത്തിൽ എത്ര കാലം ഞാൻ ജോലി ചെയ്താലും, ആ ഒരു തയ്യൽ മേഖലയിൽ ജോലി ചെയ്താൽ എൻ്റെ ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ അതും അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള എൻ്റെ സ്വപ്നങ്ങളോ ഒന്നും ഒരിക്കലും സാക്ഷാത്കരിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് ആ ഒരു സമയത്ത് ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് വിജയിച്ച ആളുകളിൽ നിന്ന് എക്സ്പീരിയൻസ് പറയുന്നു. ഒത്തിരി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അതുപോലെ ആരോഗ്യമായിട്ട് അവർക്ക് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോൾ എനിക്കും തോന്നി, ഏത് മോൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്, അപ്പൊ അത് വില കുറച്ച് കിട്ടാനുള്ള ഓപ്ഷൻ മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് ചെന്നയാളാണ്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ആ GTS പ്രോഗ്രാമിൽ നിന്ന് കേട്ട ഒരു കാര്യം, നമ്മുടെ നിങ്ങളെല്ലാം അറിയുന്ന ആള് തന്നെയാണ്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട, ഇന്ന് ഞാൻ ദൈവത്തെ പോലെ കാണുന്ന ഒരു വ്യക്തിയാണ്. വയനാട് ജില്ലയിൽ ഈ MILSL തുടക്കക്കാരനായ MS പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി, ഞങ്ങളുടെ എല്ലാം മെന്റർ മോട്ടിവേറ്റർ ഒക്കെയാണ് അദ്ദേഹം. അപ്പോ ഒരുപാട് പേർക്ക് പ്രചോദനമാകാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറയുകയാണ്,
5 വർഷമായിട്ട് അദ്ദേഹം ആ ബിസിനസ് മേഖലയിലുണ്ട്. അപ്പോൾ ഞാൻ ഈ ബിസിനസ് ചെയ്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് വന്നതാണ്, അല്ലെ ഒരു 44 ലക്ഷം രൂപ കടക്കാരനായിട്ട്, കടബാധ്യതയുള്ള ആളായിട്ട് കടന്നു വന്നു ഈ മേഖലയിലേക്ക്. എന്നിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ നേട്ടങ്ങൾ പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നെ സ്ട്രൈക്ക് ചെയ്തത്, ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ ലാഭം കിട്ടും. അന്ന് ആ ഒരു സാധാരണക്കാരിയായി ആദ്യമായിട്ടൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരൊറ്റ കാര്യമാണ്, ആ ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ ലാഭം കിട്ടും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു പേസ്റ്റ് വിറ്റാൽ 50 രൂപ ലാഭം കിട്ടുമെങ്കിൽ എന്തുകൊണ്ട് എനിക്കൊരു പേസ്റ്റ് വിറ്റുകൂടാ? അപ്പോ ആ ഒരു പേസ്റ്റ് വിൽക്കാൻ തയ്യാറായി എന്നുള്ളതാണ് ആ അന്ന് മുതൽ ഇങ്ങോട്ട് എന്റെ മനസ്സിലുണ്ടായത്. ഒരു പേസ്റ്റ് ഞാൻ വിൽക്കാൻ തയ്യാറായാൽ 50 രൂപ ലാഭം കിട്ടുമെങ്കിൽ എൻ്റെ തയ്യൽ കടയിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് 2 ബസ് മാറി കയറണം. ആ 2 ബസ് മാറി കയറുമ്പോൾ അതിനുള്ള വണ്ടിക്കൂലി എൻ്റെ കയ്യിൽ കിട്ടും. 50 രൂപ കിട്ടിയാൽ എൻ്റെ വണ്ടിക്കൂലിയായി ഒരു ദിവസത്തേക്കുള്ളത്. അങ്ങനെയാണ് ഡെയിലി ഓരോ പേസ്റ്റ് വിൽക്കാൻ വേണ്ടി ഞാനൊന്ന് തയ്യാറായാൽ പോരെ. ആ ഒരു ചിന്തയാണ് അന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അങ്ങനെ മോൾക്ക് ഉൽപ്പന്നങ്ങൾ വില കുറച്ച് കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഫോമില് പേരെഴുതി ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ ആ ഒരു തുടക്കം 2019 മാർച്ച് 17. അപ്പോൾ അങ്ങനെ കടന്നു വന്ന ഒരു വ്യക്തി ഇന്ന് ഈ 5 വർഷം എന്ന് പറയുന്ന ആ കാലയളവ് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ആ 6 മാസത്തോളം ഞാൻ എൻ്റെ തയ്യൽ മേഖലയോടൊപ്പമാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തത്. തയ്യൽക്കാരി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ഷോപ്പിൽ നിൽക്കുമ്പോൾ ഒരുപാട് പുറത്തേക്കുള്ള ഓർഡറുകൾ കിട്ടുന്ന ഷോപ്പാണ്, ഹോൾസെയിൽ ഷോപ്പാണ്. ഗുജറാത്തിലേക്കും കർണാടകത്തിലേക്കും അതുപോലെ പല സ്ഥലങ്ങളിലേക്ക് കരാട്ട ഡ്രസ്സുകൾ ഹോൾസെയിലായിട്ട് 10ഉം 1500ഉം ജോഡി ഡ്രസ്സുകൾ, അല്ലെങ്കിൽ 10ഉം 2500ഉം ജോഡി ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് അയക്കുന്ന, ഹോൾസെയിലായിട്ട് അയക്കുന്ന ഷോപ്പാണ്. അപ്പൊ അവിടെ അത്രയധികം വർക്കും തിരക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ആ ഷോപ്പിൽ നിന്ന് മാറിപ്പോരാൻ സാധിക്കില്ല. പക്ഷെ അവിടെ ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ഡെയിലി ഷോപ്പിലേക്ക് ഉള്ള പോകാൻ വേണ്ടിയുള്ള വണ്ടിക്കൂലി ഉണ്ടാക്കുക എന്നുള്ള ചിന്തയോടുകൂടി ഓരോ പേസ്റ്റ് പരിചയപ്പെടുത്താൻ തുടങ്ങി. അപ്പൊ അത് പരിചയപ്പെടുത്താൻ കാരണം എന്താ, മോൾക്ക് വുമൺ കമ്പാനിയനും ഒക്കെ വാങ്ങിച്ച സമയത്ത് അതിനോടൊപ്പം ഒരു പേസ്റ്റും അതുപോലെ ഒരു ഫെയർനെസ് ക്രീമും ഒരു ഫേസ് വാഷും ഞാൻ എനിക്ക് വേണ്ടി വാങ്ങിച്ചു. ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് നാളായിട്ട് പല്ലിപ്പുളിപ്പ് എന്നുള്ള പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണ്. സെൻസോഡൈൻ പേസ്റ്റ് ഉപയോഗിച്ചിട്ടും എനിക്ക് മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരുന്ന ഒരവസ്ഥ. അപ്പൊ ആ സമയത്ത് ഈ നമ്മുടെ പേസ്റ്റ് ഓണാനുണ്ട് ഹെർബൽ പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ റിസൾട്ട് എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞതായിരുന്നു. എൻ്റെ പല്ലുപുളിപ്പ് ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ അതിന് മാറ്റം വന്നു തുടങ്ങി. അതോടൊപ്പം തന്നെ രാവിലെ സമയങ്ങളിൽ പല്ല് തേക്കാൻ പേസ്റ്റ് വായിൽ തട്ടിയാൽ അപ്പോഴേക്കും എനിക്ക് ആ പേസ്റ്റിന്റെ മധുരം കൊണ്ട് ഛർദ്ദിക്കാൻ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ബുദ്ധിമുട്ടും എനിക്കുണ്ട്. നമ്മുടെ ഈ പേസ്റ്റ് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ആ ബുദ്ധിമുട്ട് പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടു. അല്ലെങ്കിൽ പേസ്റ്റ് വായി തട്ടി ആ പേസ്റ്റിന്റെ മധുരം വായിലാകുമ്പോഴേക്കും എനിക്ക് ഛർദ്ദിക്കാൻ വരും, ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഓക്കാനിച്ചാണ് പല്ല് തേച്ച് കഴിയുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം എനിക്ക് ആദ്യമേ തന്നെ പരിഹരിക്കപ്പെട്ടു. അപ്പൊ ഈ പേസ്റ്റ് എനിക്ക് ഇഷ്ടമായി. അങ്ങനെ ആ പല്ല് തേച്ചതിന്റെ ഒരുപാട് ഫീലിങ്സ് ആ പേസ്റ്റും കൊണ്ട് തന്നെ എനിക്ക് കിട്ടി. അതോടൊപ്പം ഫെയർനെസ് ക്രീം ഫേസ് വാഷ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പം എന്നോട് എൻ്റെ അയൽവാസികളായ ആളുകൾ ചോദിച്ചു തുടങ്ങി, എങ്ങനെയുണ്ട്, എന്താ ഫേഷ്യല് ചെയ്തോ എന്ന് ചോദിക്കാൻ തുടങ്ങി. അയൽവാസികളായ ആളുകൾ, ഒരിക്കലും ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, അവരിങ്ങോട്ട് ചോദിച്ചു തുടങ്ങി, ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യല് ചെയ്തോ എന്ന് തോന്നുന്നു, മുഖത്തൊരു തെളിച്ചമൊക്കെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ഫെയർനെസ് ക്രീമും ഫേസ് വാഷും എൻ്റെ കൂട്ടുകാർ തന്നിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണം അത്. അങ്ങനെ ഒരു അയൽവാസിയായ ഒരു പെൺകുട്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ അവർക്ക് ആ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. അതോടൊപ്പം ഞാൻ ഉപയോഗിച്ച പേസ്റ്റ് അത്രയും എൻ്റെ മനസ്സിനെ ആകർഷിച്ചത് കൊണ്ട് തന്നെ ആ പേസ്റ്റ് എൻ്റെ തയ്യൽ ഷോപ്പിലും അതുപോലെ ഷോപ്പിൽ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ എൻ്റെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ഈ പേസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ തയ്യാറായി. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് ഏറ്റവും വേഗത്തിൽ വിൽക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങൾ, നമ്മൾക്ക് സാധാരണക്കാരാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ആളുകളെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കൊണ്ട് എനിക്ക് പെട്ടെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതായിട്ടുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ, അതായത് പേസ്റ്റ്, പെട്ടെന്ന് വിൽക്കാൻ പറ്റുന്ന പേസ്റ്റ്, സോപ്പ്. എല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഇന്ന് തുടക്കക്കാരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർമാരൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്യുന്നതും അത്തരത്തിലുള്ള സാധനങ്ങളായിരിക്കും. പേസ്റ്റ്, സോപ്പ്, ഫേസ് വാഷ്, ക്രീം. അപ്പൊ ഇതൊക്കെ എന്താ തെരഞ്ഞെടുക്കുന്നത് എന്ന് വെച്ചാലും അതിനൊരു കാരണം, ആളുകളെ സംബന്ധിച്ച് അതാണ്. എല്ലാ കടകളിൽ നിന്നും അവരൊക്കെ മേടിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അതിന് പ്രത്യേകിച്ചൊരു ഇത് പറയാനില്ല. അതേസമയം മറ്റു പലർക്കും ഉള്ളിലേക്ക് കഴിക്കുന്ന പ്രോഡക്റ്റുകൾ മേടിക്കാനും കൊടുക്കാനും പേടിയാണ്.
യഥാർത്ഥ സത്യം അതല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നെ സംബന്ധിച്ചും ഇതൊരു വിഷയം തന്നെയായിരുന്നു. ഉള്ളിലേക്ക് കഴിക്കുന്ന ഒന്നും ഞാൻ സെലക്ട് ചെയ്തില്ല. മോൾക്ക് കൊടുത്ത് റിസൾട്ട് കിട്ടി, പക്ഷെ ഞാൻ വേറെ ആർക്കും ഉള്ളിലേക്ക് കഴിക്കുന്ന പ്രൊഡക്റ്റുകളല്ല ആദ്യം കൊടുത്തു തുടങ്ങിയത്. ഞാൻ വിറ്റ് തുടങ്ങിയത് പേസ്റ്റും സോപ്പും ഫേസ് വാഷും ഒക്കെയാണ്. അത് റിസൾട്ട് കിട്ടിയത് കൊണ്ട് തന്നെയാണ് അങ്ങനെ മുന്നോട്ട് പോയി തുടങ്ങി. അപ്പോൾ ഒരു പേസ്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു പേസ്റ്റ് വിറ്റാൽ കിട്ടുന്ന 50 രൂപയാണ് പ്രതീക്ഷിച്ചത്. അങ്ങനെ അത് പ്രതീക്ഷിച്ച് വിൽക്കുമ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് പോയി പറയുമ്പോൾ, പരിചയക്കാരായ ആളുകളുടെ അടുത്ത് പോയി പറയുമ്പോൾ, അവരൊക്കെ എൻ്റെ അടുത്ത് നിന്ന് എന്നോടുള്ള സ്നേഹം കൊണ്ട്, ഒരുപക്ഷെ എന്നോടുള്ള സഹതാപം കൊണ്ടായിരുന്നു പലപ്പോഴും ഓരോ പേസ്റ്റ് അല്ലെങ്കിൽ ഒരു സോപ്പൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. കാരണം ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തന്നെയാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത്. കല്യാണം കഴിച്ച് ഒരു 3 വർഷം മാത്രമാണ് ഭർത്താവിന്റെ നാട് ബത്തേരിയാണ്, അവിടെ താമസിച്ചത്. അപ്പൊ അതിനുശേഷം ഇങ്ങോട്ട് എൻ്റെ വീടിന്റെ അടുത്ത് തന്നെ ഒരു 10 സെന്റ് സ്ഥലവും വീട് മേടിച്ച് ഒരു കുഞ്ഞു വീടൊക്കെ വെച്ച് അവിടെ താമസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നാട്ടിലുള്ള എല്ലാവർക്കും തന്നെ എന്നെ പരിചയക്കാരായതുകൊണ്ട് അവരുടെ അടുത്ത് ചെന്ന് പറയുമ്പോൾ മിനി പറഞ്ഞിട്ട് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള കാരണം കൊണ്ട് വാങ്ങിച്ചവരുണ്ട്. അതും അല്ലെങ്കിൽ എൻ്റെ മുഖത്തെ ദൈന്യഭാവം കണ്ടിട്ട് വീട്ടിലെ ബുദ്ധിമുട്ടും മറ്റ് പല സാമ്പത്തിക സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടും ഒക്കെ കാരണം ചെറുപ്പം മുതലേ അറിയുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് നന്നായി എന്നെ അറിയാം. ചെറുപ്പത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത സാഹചര്യമായിരുന്നു എൻ്റേത്. ഒരു പാവപ്പെട്ട അച്ഛനമ്മമാരുടെ 6 മക്കളിൽ 4ാമത്തെ ആളായിട്ടാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ഒത്തിരി സാമ്പത്തികമായിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് തന്നെയാണ് ജനിച്ചു വളർന്നതും ജീവിച്ചതും ഒക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു നല്ല ഉടുപ്പോ അല്ലെ ഒരു നല്ല പുതിയ പുസ്തകമോ അങ്ങനെ ഒന്നും സ്വപ്നം കാണാനില്ലാതിരുന്ന ഒരു ജീവിത സാഹചര്യം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ ഒത്തിരി ആളുകളെ ഈ പ്രോഡക്റ്റുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെ അവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, പരിചയമുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ, അവർ അന്ന് മുതൽ എന്നെ അറിയുന്നതുകൊണ്ട് തന്നെ, കുഞ്ഞുനാൾ മുതൽ അറിയുന്നതുകൊണ്ട് തന്നെ എൻ്റെ കഷ്ടപ്പാടുകൾ അറിയുന്നതുകൊണ്ട് ഇനിയിപ്പോ എന്തെങ്കിലും ഒന്ന് വാങ്ങിച്ചേക്കാം, അല്ലെ എനിക്ക് എന്തെങ്കിലും ഉപകാരം ആയെങ്കിലും എന്ന് ചിന്തിച്ചവരുണ്ട്. അതും അല്ലെങ്കിൽ ഒരു തവണ വാങ്ങുമ്പോൾ എന്നാ പിന്നെ ഇനി വരില്ലല്ലോ എന്ന് ചിന്തിച്ചവരുണ്ട്. എന്തായാലും അവരൊക്കെ അങ്ങനെ എന്നോടുള്ള സഹതാപം കൊണ്ടോ സ്നേഹം കൊണ്ടോ എന്തൊക്കെയോ പരിഗണന കൊണ്ട് അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം പിന്നീടുള്ള മാറ്റം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാൻ നിർബന്ധിച്ച് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താണ് വാങ്ങിപ്പിച്ചതെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്ക് അവരെ നിർബന്ധിപ്പിച്ച് വാങ്ങിക്കേണ്ടി വന്നിട്ടില്ല. കാരണം അത്രയും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടി തുടങ്ങി അവർക്കൊക്കെ ആ പ്രോഡക്റ്റുകളിൽ. ഈശ്വരന്റെ കയ്യൊപ്പ് പതിച്ചെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ അത്രയും സൂപ്പറാണ്. പ്രൊഡക്റ്റുകൾ സംസാരിച്ചു തുടങ്ങി. ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും അവരെന്നോട് പറയും, മിനി തന്ന പേസ്റ്റ് നല്ലതാട്ടോ, അല്ലെങ്കിൽ ഫേസ് വാഷ് നല്ലതാണ് കേട്ടോ, തീരുമ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ മേടിക്കാവേ, തീരുമ്പോൾ കൊണ്ട തന്നാൽ മതി എന്ന് പറയും. അപ്പൊ എനിക്ക് സന്തോഷമാകും. തീരുമ്പോൾ അവർ വിളിക്കും. തീരുമ്പോൾ ആ വിളിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ചെയ്തിട്ടുള്ളത്, അവർക്ക് രണ്ടാമതായിട്ട് ഒരിക്കലും ആ പേസ്റ്റോ സോപ്പോ ഫേസ് വാഷോ ഒന്നും MRP വിലക്കല്ല കൊടുത്തിട്ടുള്ളത്. അത് DP റേറ്റിന് കൊടുക്കാൻ വേണ്ടി അവരോട് പറയും, എനിക്കിതിങ്ങനെ വില കുറച്ച് കിട്ടുന്നതാണ്, അങ്ങനെ വിലക്കുറവിൽ എനിക്ക് കിട്ടിയതുപോലെ നിങ്ങൾക്കും തരാം എന്ന് പറഞ്ഞ് അവർക്ക് ഒരു ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കൊടുത്തുകൊണ്ട്, ഫ്രീ ഡിസ്ട്രിബ്യൂഷൻഷിപ്പാണ്. അപ്പൊ ആ ഒരു ഫോം ഫില്ല് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവരെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യും. അപ്പോൾ വില കുറച്ച് കിട്ടാനായിട്ടുള്ള അവസരം അവർക്ക് കൊടുക്കുമ്പോൾ അവര് കുറെ പേര് അത് ഏറ്റെടുത്തു. അങ്ങനെ സാധനങ്ങൾ കൂടുതൽ ഓരോ ദിവസം ചെല്ലുന്തോറും കൂടുതൽ ആളുകൾക്ക് പരിചയപ്പെടുത്താൻ തുടങ്ങി. ആവേശം കിട്ടിത്തുടങ്ങി, കയ്യിൽ വരുമാനം കിട്ടിത്തുടങ്ങി. ഡെയിലി 50 രൂപ വീതം വരുമാനം ആ വണ്ടിക്കൂലിക്ക് അധികമായിട്ട് ചെലവാക്കുന്ന, അല്ലെങ്കിൽ ഷോപ്പിൽ നിന്ന് ഉള്ള ആ 50 രൂപ പ്രതീക്ഷിക്കാൻ കാരണം പോലും, ഷോപ്പിൽ പോകുമ്പോൾ കറക്റ്റ് 1 മാസം ഞാൻ വർക്ക് ചെയ്താൽ 5-ാം തീയതിയാണ് എനിക്ക് ശമ്പളം കിട്ടുന്നത്. ശമ്പളമായിട്ടാണ് തരുന്നത്. അപ്പോൾ ഒരുമിച്ചാണ് ശമ്പളം തരുള്ളൂ. അപ്പൊ മറ്റെല്ലാവരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ലേഡീസ് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ അവരുടെ ഷോപ്പിൽ, അവരുടെ വീട്ടിൽ നിന്ന് വീട്ടിൽ മറ്റ് ആദായവും വരുമാനവും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരൊക്കെ ആ മാസാവസാനമാണ് ശമ്പളം മേടിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ വീട്ടില് വരുമാനം കുറവാണ്, അല്ലെങ്കിൽ എനിക്ക് തികയുന്നില്ല. എൻ്റെ പല ആവശ്യങ്ങൾ, കടബാധ്യതകളുണ്ട്, വീട്ടിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ട്, സാമ്പത്തിക പ്രയാസം. അപ്പൊ അതുകൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ വരുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോപ്പിൽ പൈസ ചോദിക്കും. അപ്പം ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിക്കുമ്പോൾ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് എനിക്ക് പൈസ, ഞാൻ പണിയെടുത്ത പൈസയാണ്, പക്ഷെ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ വണ്ടിക്കൂലിക്ക് ആവശ്യപ്പെടുന്ന പൈസ പോലും തരാറ്. അതുപോലെ
തന്നെ ചിട്ടി, LIC, RD, ഇതൊക്കെ എനിക്ക് അങ്ങനെയൊക്കെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ പൈസ അടയ്ക്കണമെങ്കിൽ എനിക്ക് ഈ പണിയെടുത്ത് കിട്ടുന്നത് വേണം. അപ്പൊ മുന്നേ അല്ലെങ്കിൽ LIC അടയ്ക്കേണ്ട സമയമാകുമ്പോൾ, അല്ലെ RDന്റെ പൈസ അടയ്ക്കേണ്ട സമയമാകുമ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ അവരെന്നെ വഴക്ക് പറഞ്ഞിട്ട് പൈസ തരും. തരാതിരിക്കില്ല, തരും. പക്ഷെ വഴക്ക് കേൾക്കേണ്ട വരും. ഞാൻ പണിയെടുത്ത പൈസ മേടിക്കണമെങ്കിൽ പോലും വഴക്ക് കേൾക്കേണ്ട വരുന്നൊരവസ്ഥ. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായി തുടങ്ങി. അവസാനം ശമ്പളം കൂട്ടി മേടിക്കുന്ന ദിവസം എല്ലാവരും ഒരുമിച്ച് ആ പൈസ മേടിക്കുമ്പോൾ എന്റെ കയ്യിൽ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. മാസാവസാനം വരെ പണിയെടുത്തിട്ട് എന്റെ കയ്യിൽ ചെറിയ പൈസ ഉണ്ടാവും. മുൻപേ മേടിച്ചു പോയതാണ്. അപ്പോ മുതലാളി എന്നോട് പറയും, അപ്പൊ മിനിക്ക് മാത്രം എന്താ ഇങ്ങനെ, മിനിക്ക് മാത്രം ഈ ചെറിയ പൈസയുള്ളൂ കയ്യില്, മിനിക്കും അത് ഒരുമിച്ച് മേടിച്ചാൽ എന്താ, ഒരു ഉപകാരത്തിൽ കൊള്ളിക്കത്തില്ല. ഞാൻ ഉപകാരത്തിൽ തന്നെയാണ് കൊള്ളിക്കുന്നത്, പക്ഷെ അവർ ആ രീതിയിലാണ് അതിനെ കാണുന്നത്. അപ്പൊ അതെനിക്ക് വിഷമം തോന്നുന്ന സന്ദർഭം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു 50 രൂപ കിട്ടിയാൽ വണ്ടിക്കൂലിക്ക് ഇവരോട് ചോദിക്കേണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ തുടങ്ങി വെച്ച ഒരു കാര്യം. പക്ഷെ ഇന്ന് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഏറ്റവും സന്തോഷവതിയാണ് നിങ്ങളുടെ മുമ്പിലിരിക്കുമ്പോൾ. കാരണം ഈ 6 വർഷം എന്ന് പറഞ്ഞാൽ, അല്ലെ 5.5 വർഷം എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ കടന്നുപോയ സമയമാണ്. അപ്പോ അതില് ഈ പറഞ്ഞ കാലയളവ്, ആ ഒരു 6 മാസത്തോളം തയ്യൽ മേഖലയിൽ കൂടെ വർക്ക് ചെയ്തു. ഒപ്പം റീറ്റെയിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കണക്ക് കൂട്ടി നോക്കുമ്പോൾ, ഒരു മാസം ഞാൻ തയ്യൽ മേഖലയിൽ പണിയെടുത്താൽ എനിക്ക് കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് മാക്സിമം ഞാൻ നേടിയിട്ടുള്ളത്, ഈ 5.5 വർഷം മുമ്പ് നേടിയിട്ടുള്ള വരുമാനം മാക്സിമം 8,000 രൂപ ഒരു മാസം. അപ്പോ അതിനേക്കാൾ കൂടുതൽ വരുമാനം 13,500 രൂപ ഈ കുറഞ്ഞ സമയം, വൈകുന്നേരങ്ങളിലും അതുപോലെ ഞായറാഴ്ച ഒഴിവു സമയങ്ങളിലൊക്കെ കുറച്ച് സമയം പ്രോഡക്റ്റുകൾ, ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ എൻ്റെ പരിചയക്കാരായ സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെ അടുത്ത് പോയി പരിചയപ്പെടുത്തി അതിൽ നിന്ന് കിട്ടിയ ലാഭം എന്ന് പറയുന്നത് 13,500 രൂപ എനിക്ക് ഒരു മാസത്തെ വരുമാനമായിട്ട് നേടാൻ സാധിച്ചു. അധിക വരുമാനം നേടാൻ സാധിച്ചു റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട്. അതാണ് എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചത്. കണക്ക് കൂട്ടിയപ്പോൾ 8,000-ഉം ആ 13,500-ഉം തമ്മിലുള്ള വ്യത്യാസം, അത് ഏറ്റവും വലിയ വ്യത്യാസമായിരുന്നു. കാരണം ഞാൻ വലിയ റിസ്ക് എടുക്കാതെ ചെയ്ത കാര്യത്തിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കിട്ടിയത്. അപ്പോൾ കൂടുതൽ ഓരോരുത്തരും വീണ്ടും മേടിക്കാമേ എന്ന് പറയുമ്പോൾ എനിക്കുണ്ടായ സന്തോഷം ചെറുതല്ല. പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ട് അവരിങ്ങോട്ട് റിസൾട്ട് പറയുമ്പോൾ ഏറ്റവും സന്തോഷത്തോടു കൂടി വീണ്ടും ഓരോരുത്തർക്കും പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പൊ ആ ഒരു സന്തോഷവും കൂടെ കിട്ടിയപ്പം ഞാൻ ഹാപ്പിയായി. അതുകൊണ്ട് തന്നെ പിന്നീട് ഏറ്റവും കൂടുതൽ ഇതാണ് ചെയ്യേണ്ടത്. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന മേഖലയിൽ നിന്ന് ഒരു മാസം കൊണ്ട് എനിക്കുണ്ടായ മാറ്റം ചെറുതല്ല. അപ്പോൾ കൂടുതൽ വിശ്വസിച്ചു. അങ്ങനെ നിരന്തരം പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ തുടങ്ങി. GTS പ്രോഗ്രാം മുതൽ FSS, ATP, RTP, അങ്ങനെ ഒത്തിരി പ്രോഗ്രാമുകളുണ്ട്. പ്രോഗ്രാം ബേസ്ഡ് ബിസിനസ് ആണിത്. അതൊക്കെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ ഉമർ ഉസ്താദിന്റെ ടീമാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. അപ്പം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ബിസിനസിനെ കുറിച്ചുള്ള ആ ഒരു അറിവും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്ന ലീഡർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ശക്തമായ ഒരു ടീമിനോടൊപ്പം, ശക്തമായ ഒരു ലീഡറോടൊപ്പം തന്നെ നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഞാനും അങ്ങനെ തന്നെയാണ്. എൻ്റെ അപ്ലൈൻ ലീഡേഴ്സ് ഒരുപാട് സപ്പോർട്ട് എനിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഈശ്വരൻ നമ്മുടെ കയ്യിൽ അനുഗ്രഹിച്ച് തന്നപ്പോൾ അതിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പല കാരണങ്ങൾ, ഇങ്ങനെ തടസ്സമായിട്ട് പല കാരണങ്ങൾ വന്നു. പക്ഷെ ആ തടസ്സങ്ങളെ മറികടന്ന് പ്രവർത്തിക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ഇരിക്കുന്ന നിങ്ങൾക്കും അങ്ങനെ പ്രവർത്തിക്കാൻ, തീരുമാനമെടുക്കാൻ പറ്റുന്ന ഒരു ദിവസം തന്നെയാണ്. ഒരുപക്ഷെ എല്ലാവരും തീരുമാനമെടുത്ത് തന്നെയാണല്ലോ ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു സൂം മീറ്റിംഗിൽ കയറിയിട്ടുള്ളത്. പക്ഷെ അവിടെയും നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ആ തടസ്സങ്ങളെയൊക്കെ മറികടന്ന് നമ്മളൊരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തണം. ആ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തിയ ലീഡേഴ്സ് ഇന്നിവിടെയുണ്ട്. എന്നാൽ അതിലേക്ക് എത്താൻ വേണ്ടി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും, ഇന്ന് ഞാൻ ഈ പറയുന്ന എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുക്കാൻ, ഉൾക്കൊള്ളാൻ പറ്റിയാൽ അത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതും. അത് മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ, എൻ്റെ എക്സ്പീരിയൻസ് മാത്രം. അപ്പൊ അങ്ങനെ GTS പ്രോഗ്രാമുകൾ മുതൽ ഓരോ പ്രോഗ്രാമുകളിലും പങ്കെടുക്കാൻ തുടങ്ങി. ഒരു പ്രോഗ്രാമിന് മാത്രമാണ് സത്യമായിട്ടും എൻ്റെ കൂട്ടുകാരി എന്നെ നിർബന്ധിച്ചിട്ടുള്ളൂ, ആദ്യത്തെ ആ ഒരു പ്രോഗ്രാമിന്. പിന്നീട് ഒരിക്കലും എൻ്റെ കൂട്ടുകാരി എന്നെ നിർബന്ധിക്കേണ്ടി വന്നില്ല. കാരണം എൻ്റെ മനസ്സിൽ അത്രയും ഇഷ്ടമായി ആ പ്രോഗ്രാം. ആ എക്സ്പീരിയൻസും ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രോഗ്രാമിൽ പിന്നെ പോകാൻ തുടങ്ങി. ആ പ്രോഗ്രാമുകളിലേക്ക് ഞാൻ പോകുമ്പോൾ എൻ്റെ ഷോപ്പിൽ നിന്നാണ് ഞാൻ പോകുന്നത്. ഷോപ്പിൽ കുഞ്ഞു കള്ളത്തരങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ഷോപ്പിൽ നിന്ന് മുങ്ങുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് അവിടെ പ്രോഗ്രാം തുടങ്ങുന്നത്. ആ 2 മണിക്ക് പ്രോഗ്രാം തുടങ്ങുമ്പോഴേക്കും അവിടെ എത്താൻ ഉച്ചയാകുമ്പോഴേക്കും ഞാനായിട്ട്
എടുത്തിട്ടുള്ള വർക്കുകളൊക്കെ തീർത്ത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും പറയും. ആദ്യമേ തന്നെ പറയും, എനിക്ക് ഇന്ന ദിവസം ഇന്ന് അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, അല്ലെങ്കിൽ അടുത്ത ദിവസം മോളുടെ സ്കൂളിൽ മീറ്റിംഗ് ഉണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങള്. അത് യഥാർത്ഥത്തില് കള്ളമാണോ എന്ന് ചോദിച്ചാൽ കള്ളമാണ്, എന്നാൽ കള്ളമല്ല. കാരണം അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമാണെങ്കിൽ ചില ദിവസം ഞാൻ എന്ത് ചെയ്യും, അന്നത്തെ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമല്ലോ, അപ്പൊ രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ലീവ് എടുത്ത് പോകും. ഉച്ചയാകുമ്പോഴേക്കും കടയിൽ തിരിച്ചെത്താന്ന് പറയും. പക്ഷെ ഉച്ചയാകുമ്പോഴേക്കും കടയിൽ വേണമെങ്കിൽ എനിക്ക് തിരിച്ചെത്താം, പക്ഷെ ഞാൻ അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന ദിവസം എന്ന് പറയുന്നത്, അച്ഛന് ശ്വാസം മുട്ടലും മറ്റു പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു, സ്ഥിരം ഹോസ്പിറ്റലിൽ പോകണം. അപ്പൊ ആഴ്ചയ്ക്ക് ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം. ആ സമയം ഞാൻ തെരഞ്ഞെടുത്ത ദിവസം ഈ GTS പ്രോഗ്രാം ഉള്ള ഒരു ശനിയാഴ്ച ദിവസമാണ്. അപ്പൊ ശനിയാഴ്ച ദിവസം GTS പ്രോഗ്രാം കഴിഞ്ഞ് അച്ഛനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വീട്ടിൽ തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരെ പോകുന്നത് ഈ പ്രോഗ്രാമിന്, GTS പ്രോഗ്രാമിന്. അപ്പൊ അന്നത്തെ ദിവസം പിന്നെ എന്റെ ഷോപ്പിൽ എനിക്ക് വേറൊരു എക്സ്ക്യൂസ് പറയണ്ട, അച്ഛനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വരാൻ വൈകി, അന്നത്തെ ദിവസം അങ്ങനെ. അടുത്ത തവണ ഞാൻ GTS പ്രോഗ്രാം ഉള്ള ദിവസത്തേക്ക് അടുത്ത എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പ്ലാൻ ചെയ്യും. അപ്പോൾ അങ്ങനെ ആ ഓരോ ദിവസവും, അല്ലെങ്കിൽ പണയം വെച്ച ഒരു പണയം പുതുക്കാണ്ട് ലേലം വിളിച്ച് പോകും, അപ്പൊ അതിന് നോട്ടീസ് വന്നിട്ടുണ്ട്, അപ്പൊ അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം അവിടുന്ന് പോകും. ഇങ്ങനെ ചെറിയ ചെറിയ കളവുകൾ പറഞ്ഞ് ഷോപ്പിൽ നിന്ന്, ആ ഷോപ്പിലുള്ളവരെ ഇത് അറിയിക്കാതെയാണ് ഞാൻ ഒരു 6 മാസത്തോളം ചെയ്തത്. അങ്ങനെ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയപ്പോൾ ശക്തമായിട്ട് പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചിട്ട് കടന്നു വന്ന ആളുകളൊക്കെ വീണ്ടും വാങ്ങിക്കാൻ തുടങ്ങി, അവർക്കൊക്കെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തു. ആ രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ മാറ്റം എന്താന്ന് വെച്ചാൽ, ഒന്നും അറിയത്തില്ലാത്ത, ബിസിനസിനെ കുറിച്ച് ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല, പക്ഷെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇതിന്റെ റിസൾട്ടിൽ മാത്രം ഞാൻ ആളുകൾക്ക് വിൽക്കുന്നുണ്ട്, പൈസ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊരു കുഞ്ഞു ടീം ഉണ്ടായി. ആ ടീം ഉണ്ടായപ്പോൾ ഈ ടീമിനെ അറിവ് പകർന്നു കൊടുക്കണം, ഈ ടീമിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോലും അറിയത്തില്ലാത്ത ഒരാളാണ്. അത് ഞാൻ എൻ്റെ ലീഡേഴ്സിനെ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. എൻ്റെ അപ്ലൈൻ ലീഡറായിട്ട് ഇന്ന് ഏറ്റവും ശക്തമായിട്ട് ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും ആത്മാർത്ഥമായിട്ട് ചെയ്ത് എന്നെ മുന്നോട്ട് നയിക്കുന്ന എൻ്റെ ഗ്രേറ്റ് അപ്ലൈൻ ലീഡർ, ഇന്ന് നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിൽ പ്രവർത്തിക്കുന്ന ഷിനോദ് സാറാണ്. ഒത്തിരി സ്നേഹത്തോടെ നന്ദി അറിയിക്കുകയാണ് അദ്ദേഹത്തിന് ഈ ഒരു അവസരത്തിൽ. അതുപോലെ തന്നെ സന്തോഷ് സാറ് ഇന്ന് ഒത്തിരി ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ലീഡറാണ്. അപ്പൊ നാഷണൽ ടീം കോർഡിനേറ്റർ റാങ്കിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ തന്നെ ഈ ഒരു ബിസിനസ്സിൽ പിടിച്ചു നിർത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ള വ്യക്തി ഷിനോദ് സാർ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന് നന്ദി പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അദ്ദേഹം പറഞ്ഞു തന്ന വഴികൾ, അദ്ദേഹം എന്നോട് ചോദിച്ചത്, ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പ്രയാസങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങളും ഒക്കെ കണ്ട്, വീട്ടിലെ ഒത്തിരി 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 സാമ്പത്തിക പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ സങ്കടം കാണുമ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മിൻചേച്ചിക്ക് എത്ര രൂപയാണ് മിൻചേച്ചി വരുമാനം ആഗ്രഹിക്കുന്നത്, എത്ര രൂപയ്ക്കാണ്? അപ്പൊ ഞാൻ ആ സമയത്ത് PSCക്ക് വേണ്ടി പഠിക്കുന്നുണ്ട്, ഒരു ജോലി, സർക്കാർ ജോലി ഒത്തിരി സ്വപ്നം കണ്ടിരുന്ന വ്യക്തിയാണ്. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായിട്ട് ഒരു ജോലിയിൽ കയറാൻ വേണ്ടിയിട്ട് മെയിൻ റാങ്ക് ലിസ്റ്റിൽ 24 പേരടങ്ങുന്ന റാങ്ക് ലിസ്റ്റിൽ 17ാമത്തെ റാങ്കിൽ വന്നയാളാണ്. പക്ഷെ ഈശ്വരൻ അത് ആ 16 പേർക്ക് ജോലി കിട്ടി, 17ാമത്തെ ഒരാളിലേക്ക്, എന്നിലേക്ക് എത്തേണ്ട ആ ഒരു സമയത്ത് അത് എന്നിൽ നിന്ന് തട്ടി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു, അന്ന് ഒത്തിരി കരഞ്ഞു. പക്ഷെ ജീവിതം, ഈശ്വരൻ എന്നെ ഇനിയും പരീക്ഷിക്കുകയാണോ എന്ന് ചിന്തിച്ചു. എൻ്റെ ജീവിതത്തിലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയിലേക്കുള്ള ഏക പ്രതീക്ഷയായിരുന്നു എനിക്ക് ആ സർക്കാർ ജോലി കിട്ടുക എന്നുള്ളത്. അപ്പൊ അത് കിട്ടാതിരുന്നപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. പക്ഷെ ആ സമയത്ത് ഞാൻ വാശിയോടുകൂടി വീണ്ടും ചിന്തിച്ചു, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ജോലി കിട്ടുന്നത് വരെ ഞാൻ പഠിക്കും, ആ പഠിച്ച് ജോലി മേടിച്ച് ഇറങ്ങും എന്നുള്ള വാശിയോടുകൂടി ഞാൻ വീണ്ടും പഠിക്കാൻ തുടങ്ങി. തയ്യൽ ഷോപ്പിലേക്ക് പോകുന്നു, വൈകുന്നേരങ്ങളിൽ വീട്ടിലെത്തി വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. മക്കൾ പഠിക്കുന്ന കുട്ടികളാണ്. അന്ന് ചെറിയ മോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മൂത്ത മോൾ +2-ന് പഠിക്കുന്നു. അപ്പൊ ആ സമയത്ത് മക്കൾക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, അവരെ പഠിപ്പിക്കാൻ സഹായിക്കണം, എല്ലാ സപ്പോർട്ടും ചെയ്യണം, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്ന ഒരു വീട്ടമ്മയെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. അങ്ങനെയൊക്കെ ഉണ്ട്. അതിനുശേഷം വീട്ടിലെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് അത്താഴം കഴിഞ്ഞതിന് ശേഷം ഒരു 1-1.5 മണിക്കൂർ സമയം രാത്രി 12 മണി 1 മണി വരെ ഇരുന്ന് പഠിക്കും. അതുപോലെ തന്നെ രാവിലെ 4 മണി സമയത്ത് 4:30 ആകുമ്പോഴേക്കും ഞാൻ എഴുന്നേറ്റ് ഒരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഇരുന്ന് പഠിക്കും. പിന്നെ അടുക്കളപ്പണികൾ ചെയ്ത് മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണവും എല്ലാ കാര്യങ്ങളും, വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം 9 മണിയാകുമ്പോഴേക്കും എനിക്ക് എൻ്റെ തയ്യൽ ഷോപ്പിൽ എത്തണം. അങ്ങനെ ഒരു യന്ത്രം പോലെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു വീട്ടമ്മ. അപ്പോൾ
ആ ഒരു സമയത്ത് ഈ സാറിന്റെ അടുത്ത് ഈ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്റെ ഷിനു സാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മിൻചേച്ചിക്ക് എത്ര രൂപയാണ് വരുമാനം ആവശ്യം, എത്ര രൂപ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊരു 3000 രൂപ സ്ഥിരമായിട്ട് എല്ലാ മാസം മുടങ്ങാതെ ഒരു 3000 രൂപ കിട്ടിയാൽ ഞാൻ ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്യും, ഞാൻ വിശ്വസിച്ച് കൂടെ ഉണ്ടാവുമെന്ന്. എന്നോട് ചോദിച്ചു, ഒരു 5 വർഷം വിശ്വസിച്ച് കൂടെ നിൽക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ അന്നേരം പറഞ്ഞതാണ്, ഉറപ്പായിട്ടും 5 വർഷം കൂടെ നിൽക്കാം. കാരണം അപ്പൊ വരുമാനം എനിക്കൊരു 3000 രൂപ സ്ഥിരം കിട്ടണം, മുടങ്ങാതെ എല്ലാ മാസവും അത് കിട്ടിയാൽ ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞാണ്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, അത്രയും ചെറിയ മനസ്സ്, അത്രയും ചെറിയ ചിന്തകളേ ഉള്ളൂ. 3000 രൂപയും കൊണ്ട് എന്ത് കിട്ടും, എന്ത് നേടാൻ സാധിക്കുമോ എന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാൻ അന്ന് കണക്കൂട്ടി എന്റെ RD LIC അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രശ്നങ്ങളൊന്ന് പരിഹരിച്ചാൽ മതി, അതിനപ്പുറത്തേക്ക് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഒരു 3000 രൂപ സ്ഥിരം കിട്ടാൻ പ്രതീക്ഷിച്ച് കടന്നു വന്ന ഒരാൾക്ക് ഇന്ന് മാറ്റം ഉണ്ടായത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ 5.5 വർഷം കൃത്യമായിട്ട് വർഷത്തിന്റെ കണക്ക് പറഞ്ഞാൽ, എന്നാൽ പ്രവർത്തിച്ച സമയം എന്ന് പറയുന്നത് ഒരു 3-3.5 വർഷമുള്ളൂ. ബാക്കിയുള്ള സമയം ഞാൻ പ്രവർത്തിക്കാത്ത സമയം തന്നെയാണ്. അപ്പൊ ആ സമയത്ത് ഈ ഒരു ബിസിനസ്സിൽ ഈ ഒരു ഇത്രയും കാലം പ്രവർത്തിച്ചത് കൊണ്ട് ഉണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ആഴ്ച വരുമാനം 1,20,000 രൂപ വരെ ഒരാഴ്ചയിലെ വരുമാനമായിട്ട് എനിക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോ ശരാശരി ഒരു 60,000 80,000 അങ്ങനെ മാസം ഞാൻ ഒരു 90,000 രൂപയൊക്കെ ശരാശരി മാസ വരുമാനം നേടുന്ന ആളായിട്ട് മാറിയിട്ടുണ്ട്. അത് ചില ആഴ്ചകളിൽ 15,000 20,000 അല്ലെങ്കിൽ 45,000 അങ്ങനെ ഓരോ ആഴ്ചകളിൽ ബിസിനസ് ടേൺ ഓവറിനനുസരിച്ച് വ്യത്യാസമുണ്ട്. അങ്ങനെ ഇന്ന് നല്ല രീതിയിൽ ഒരു 80,000 90,000 രൂപ ഒരു മാസത്തെ വരുമാനമായിട്ട് കിട്ടുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ചയിലെ വരുമാനമായിട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ലേഡീസിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ചെറിയ ജോലികൾക്ക് ചെറിയ വരുമാനത്തിന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വരുമാനം ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അത് ഏറ്റവും വലിയ വരുമാനമാണ്. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു സർക്കാർ ജോലിയുള്ള ആളുകളെ സംബന്ധിച്ച് പോലും അവർക്ക് ആ വരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ അവരുടെ എത്രത്തോളം ക്വാളിഫിക്കേഷൻ വേണം, എത്രത്തോളം അവർക്ക് എക്സ്പീരിയൻസ് വേണം, എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലാണ് അവർക്ക് ആ ശമ്പളത്തിലേക്ക് എത്താൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചാണ് അവർക്ക് ശമ്പളത്തിലേക്ക്, വലിയ ഉയർന്ന ശമ്പളത്തിലേക്ക് എത്താൻ പറ്റുക. അപ്പൊ അത് എനിക്ക് ഈ ഒരു 5.5 വർഷം സമയത്തിനുള്ളിൽ ഒരു കുറഞ്ഞ സമയം പ്രവർത്തിച്ചപ്പോൾ നേടാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ഏറ്റവും സന്തോഷത്തോടു കൂടി ആ ഇരിക്കുമ്പോൾ, മുൻപ് ഒരുപാട് പ്രയാസങ്ങൾ, ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല ഡ്രസ്സ് ഇടാൻ കൊതിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് വളർന്നു വന്നു. പിന്നീട് അങ്ങോട്ടും ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളായിരുന്നു. കാരണം ഹസ്ബൻഡ് കെട്ടിടം പണിക്കാരനായിരുന്നു. ആ മേഖലയിൽ പിന്നെ കോറി നിരോധനം, കല്ലും കോറി നിരോധിച്ച് വയനാട് പരിസ്ഥിതി ലോല മേഖലയായപ്പോൾ ആക്കി പ്രഖ്യാപിച്ച സമയത്ത് കല്ലും കോറികൾ നിരോധിച്ചു. കല്ല് കിട്ടാനില്ല, അതുപോലെ തന്നെ മണലില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹത്തിന് പണി ഇല്ല. വീട്ടിലേക്ക് അദ്ദേഹം പണിയെടുത്ത് കൊണ്ടുവരുന്ന വരുമാനം നിലച്ചപ്പോൾ വീട്ടിൽ വരുമാനമില്ല, സാമ്പത്തിക പ്രയാസം, ബുദ്ധിമുട്ട് വന്നു. അതുപോലെ തന്നെ നോട്ട് നിരോധനം വന്ന സമയത്ത് അദ്ദേഹം ഏറ്റെടുത്തിരുന്ന പണികളൊക്കെ നിർത്തിവെച്ചു. വീടുകളുടെ പണി നിർത്തിവെച്ച സമയത്ത് എല്ലാവരും ആ നോട്ട് നിരോധനത്തിന്റെ പ്രശ്നം കാരണം പണി നിർത്തിവെക്കേണ്ട വന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടില് കഞ്ഞി വെക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ വീട്ടില് വരുമാനമില്ലാത്ത അവസ്ഥ, ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ വന്നപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി കടം മേടിച്ചു തുടങ്ങി. പല തരത്തില് സ്വർണം കൊണ്ട് പണയം വെച്ചും അങ്ങനെയൊക്കെ ബാധ്യതകൾ വന്നു. അപ്പൊ അതിനെയൊക്കെ മറികടക്കാൻ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം, അതാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് വരാൻ കാരണം. പിന്നെ ബിഗ് സീറോയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഒരു കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ലായിരുന്നു. ഒരു കുഞ്ഞു 10 സെന്റ് സ്ഥലം വാങ്ങിച്ച് ഒരു കുഞ്ഞു വീട് വെച്ചു. മറ്റാരും സഹായിക്കാനോ കുടുംബത്തില് മറ്റു സ്വത്തുകളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ആരും രണ്ടുപേരുടെ വീട്ടിൽ നിന്നൊന്നും കിട്ടാനില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ജീവിത സാഹചര്യത്തിൽ നിന്ന് കടന്നു വന്ന എനിക്ക് വലിയ നേട്ടമായി മാറി ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകൾ, ഒന്നും പ്രതീക്ഷിക്കാനില്ലാതെ കടന്നു വന്ന ഒരാൾക്ക് ഒത്തിരി പ്രതീക്ഷകൾ നൽകി MI ലെസ്റ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയും എൻ്റെ പ്രിയപ്പെട്ട ലീഡേഴ്സും ഒത്തിരി സപ്പോർട്ട് ചെയ്തു. അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലാണ് ഇരിക്കുന്നത്. 1.5 കോടിക്ക് മേലെ ബിസിനസ് വോളിയം മാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണക്ക് കൂട്ടി നോക്കിയാൽ ഈ 5.5 വർഷം കൊണ്ട് ഒരു 25 ലക്ഷത്തിന് മേലെ വരുമാനം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വരുമാനം വാങ്ങിക്കാൻ കാരണം ഈ കമ്പനിയുടെ ബിസിനസ് പ്ലാനും ഇൻകം പ്ലാനും ഒക്കെ വളരെ വലുതാണ്. അത്രയധികം നമുക്ക് പ്രവർത്തിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇന്ന് ലോയൽറ്റി ബോണസും മന്ത്ലി ഇൻകം ആയിട്ടും അങ്ങനെ പെർഫോമൻസ് ബോണസ് ആയിട്ട് മിക്ക റാങ്കുകളിലും മിക്ക മാസങ്ങളിലും പെർഫോമൻസ് ബോണസ് അച്ചീവറാണ്. അപ്പൊ അങ്ങനെ
കഴിഞ്ഞ മാസവും കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ മാസവും പെർഫോമൻസ് ബോണസ് അച്ചീവർ ആണ്. അപ്പൊ അങ്ങനെ പലതരത്തിലുള്ള വരുമാനങ്ങൾ കമ്പനി തരും എന്ന് പറഞ്ഞു. അത്തരത്തില് റീറ്റെയിൽ പ്രോഫിറ്റ് നേടുന്നുണ്ട്, അതുപോലെ സെയിൽസ് ടേൺ ഓവർ ബോണസ് നേടുന്നുണ്ട്, ലോയൽറ്റി ബോണസും അതുപോലെ തന്നെ പെർഫോമൻസ് ബോണസും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള വരുമാനങ്ങൾ നേടുമ്പോൾ ഈ പറഞ്ഞ വരുമാനത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെ ആ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സാധാരണക്കാരിയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ സ്വപ്നങ്ങളില്ലായിരുന്നു. എന്നാൽ ഇതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയപ്പോൾ, ഇതിന്റെ പ്രോഗ്രാമുകളും ട്രെയിനിങ്ങുകളും ഒക്കെ പങ്കെടുത്തപ്പോൾ ഒരു RTP പ്രോഗ്രാമിൽ നിന്നാണ് ഞാൻ തീരുമാനമെടുക്കുന്നത്. എൻ്റെ തയ്യൽ മേഖലയോടൊപ്പം പ്രവർത്തിച്ചാലും എനിക്ക് എവിടെ എത്താൻ സാധിക്കില്ല, അതുകൊണ്ട് മാറ്റം വരണം, മാറി ചിന്തിച്ചേ മതിയാകൂ. അങ്ങനെ തീരുമാനമെടുത്തു, ശക്തമായ തീരുമാനമെടുത്ത് എൻ്റെ തയ്യൽ മേഖലയിലേക്ക് ഇനി മുതൽ ഞാൻ പോകുന്നില്ല. ഞാൻ ചെയ്യുവാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇനി ഞാൻ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അത് മൈലേജ് സെല്ലിനോടൊപ്പമായിരിക്കും ഞാൻ എൻ്റെ ബിസിനസ് ചെയ്യുന്നത്. എൻ്റെ ഫുൾ ടൈം കരിയർ ആയിട്ടാണ് എടുത്ത തീരുമാനം. ആ തീരുമാനമാണ് ഇന്ന് റീജിയണൽ ടീം കോർഡിനേറ്റർ റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. ശക്തമായിട്ടൊരു ടീമുണ്ട് എന്നോടൊപ്പം. എൻ്റെ ടീമിന്റെ കരുത്തുകൊണ്ട്, എൻ്റെ ലീഡേഴ്സിന്റെ കഴിവ് കൊണ്ട് ഒക്കെ തന്നെയാണ്, അല്ലെ കമ്പനി മാനേജ്മെന്റിന്, കമ്പനിയുടെ ആ ഒരു പ്രൊഡക്റ്റും അതുപോലെ തന്നെ എല്ലാ തരത്തിലും നമുക്ക് ഏറ്റവും സേഫ് ആയിട്ടുള്ള അവസരത്തിൽ ഈശ്വരൻ എന്നെ എൻ്റെ കയ്യിലെ അവസരം തട്ടിത്തെറിപ്പിച്ചിട്ട് എന്നെ കൊണ്ടെത്തിച്ച് ഏറ്റവും നല്ലതിലേക്കാണ്. അത് ഈശ്വരൻ നന്ദി പറയുകയാണ്. ഈ ഒരു അവസരത്തിൽ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം എൻ്റെ ആ ഒരു ജോലി കിട്ടി, സർക്കാർ ജോലി കിട്ടിയിരുന്നുവെങ്കിൽ എനിക്ക് എന്നെ സംബന്ധിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ ഒരുപക്ഷെ നല്ല ഒക്കെ നേടിക്കൊടുക്കാൻ, കുറച്ച് കാര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ സാധിക്കുമായിരിക്കും. അല്ല എൻ്റെ കുടുംബം മാത്രം ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോയേക്കാം. എന്നാൽ മറ്റൊരാളെ പോലും എനിക്ക് സഹായിക്കാൻ സാധിക്കില്ല. ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നതുകൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സഹോദരങ്ങളെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഇന്ന് ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഏതെങ്കിലുമൊക്കെ പ്രോഗ്രാമിൽ വെച്ച് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നവർ GTS പ്രോഗ്രാമിൽ, മലപ്പുറം GTS പ്രോഗ്രാമിലൊക്കെ പോകുന്നവരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവാം, കണ്ടിട്ടുണ്ടാവാം. മലപ്പുറംകാരനായിട്ടുള്ള ചട്ടിപ്പറമ്പ് സ്വദേശിയായ ദേവദാസൻ സാറ് എൻ്റെ കസിനാണ്, അച്ഛൻ്റെ പെങ്ങടെ മകനാണ്. ബിനോജ് സാറ് DTC റാങ്കിലാണ് പ്രവർത്തിക്കുന്നത്, അദ്ദേഹം അച്ഛൻ്റെ പെങ്ങടെ മകനാണ്. അതുപോലെ എൻ്റെ സഹോദരങ്ങള്, എൻ്റെ ചേട്ടായി മൂത്തയാള് ഇന്ന് ഈ ബിസിനസ്സിലെ STC റാങ്കിൽ പ്രവർത്തിക്കുന്ന സുന്ദരൻ സാറ്, അതുപോലെ സുനിത മാഡം STC റാങ്കിൽ പ്രവർത്തിക്കുന്ന സുനിത മാഡം എൻ്റെ ചേച്ചിയാണ്. അതുപോലെ കൂടപ്പുറപ്പുകളെയൊക്കെ ഈ അവസരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റി. അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പ്രതീക്ഷകളും സന്തോഷങ്ങളും ഒക്കെ നേടിക്കൊടുക്കാൻ സാധിച്ചു. ചെറുതും വലുതുമായ വരുമാനങ്ങൾ ഓരോ കുടുംബത്തിലേക്കും നേടിക്കൊടുത്തുകൊണ്ടാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിന്റെ സന്തോഷം ചെറുതല്ല. എന്നാൽ ആ ഒരു ജോലി മേഖലയിൽ എനിക്കൊരു ജോലി കിട്ടിയായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലെ വരുമാനം എൻ്റേത് എന്നുള്ള ആ ഒരു സ്വാർത്ഥ ചിന്തയിലേക്ക് മാത്രമായിരുന്നു പോകുന്നതെങ്കിൽ ഇന്ന് നമ്മുടേത് അല്ലെങ്കിൽ ഞങ്ങളുടേത് അല്ലെങ്കിൽ എൻ്റെ ടീമായി മാറി. ഇന്ന് എനിക്കെല്ലാം എൻ്റെ വീടിനേക്കാളും എൻ്റെ വീട്ടുകാരേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ടീം അംഗങ്ങളെ തന്നെയാണ്. അപ്പോൾ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരാൻ ഒരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു കാരണം പോലും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ എൻ്റെ മക്കള് 2 പെൺകുട്ടികൾ വളർന്നു വരുന്നു. അവരുടെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ദുരിതങ്ങളും കഷ്ടപ്പാടുകളും അവരും അനുഭവിക്കേണ്ടി വരും. അവർക്കും ഒരു സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ കഴിയാതെ അല്ലെങ്കിൽ അവർ കാണുന്ന ഒന്നും നേടിക്കൊടുക്കാൻ കഴിയാത്ത ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു അച്ഛനായിട്ടൊക്കെ മാറേണ്ടി വരും. ഞങ്ങളുടെ കുടുംബം അങ്ങനെ മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ള ചിന്താഗതി, ആ തിരിച്ചറിവ്, അതാണ് ഈ ഒരു ബിസിനസ് മേഖലയെ ശക്തമായിട്ട് ഏറ്റെടുക്കാൻ കാരണമായത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തിട്ടുള്ളത്. അവരെ പഠിപ്പിച്ച് വലിയ കുട്ടികളാക്കണം, അല്ലെങ്കിൽ നല്ല മക്കളാക്കി വളർത്തണം. ഞാൻ ആഗ്രഹിച്ച സ്വപ്നങ്ങളൊക്കെ എനിക്ക് തുടർന്ന് പഠിക്കാനോ ഒരു ജോലിയൊന്നും ഞാൻ ആഗ്രഹിച്ചൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ഇനി അതൊക്കെ എനിക്ക് നേടാൻ സാധിക്കുമെങ്കിൽ അത് നേടാം. അതിലുപരി എൻ്റെ മക്കൾക്ക് അത് നേടിക്കൊടുക്കാം. ഈ ചിന്തയോടുകൂടി ഏറ്റെടുത്ത് ബിസിനസ് ശക്തമായിട്ട് ചെയ്തു തുടങ്ങി. അങ്ങനെ ഏറ്റവും കൂടുതൽ എൻ്റെ ഹസ്ബൻഡ് ഈ ബിസിനസിനെ എതിർത്തിരുന്ന വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ബിസിനസിനെ കുറിച്ച് ഒരുപാട് ആളുകൾ നെഗറ്റീവ് പറഞ്ഞപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ എതിർത്തു. എന്നാൽ ഇന്ന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടോടു കൂടി അദ്ദേഹവും എന്നോടൊപ്പം ഈ ബിസിനസ് ചെയ്യുന്നു. ഇന്ന് ഹാപ്പി ആയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം കെട്ടുപണി, ഞാൻ തയ്യല്, ഞങ്ങൾ തമ്മിൽ കാണുന്നത് പോലും വളരെ കുറഞ്ഞ സമയം, ശരിക്കും പറഞ്ഞാൽ മനസ്സ് തുറന്നൊന്നും മിണ്ടാൻ പറ്റില്ല. അങ്ങനെ ഒത്തിരി പ്രയാസം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നിന്ന് ഇന്ന് ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നേട്ടങ്ങൾ പറഞ്ഞാൽ ഒരു സ്വപ്നം ഒന്നും ഇല്ലാതിരുന്ന ആൾക്ക് ആദ്യത്തെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് സ്കൂട്ടി സ്വന്തമാക്കാൻ സാധിച്ചു. സൈക്കിൾ പോലും ഓടിക്കാൻ അറിയത്തില്ലാതിരുന്ന ഒരാളാണ് ഈ ബിസിനസ്സിലൂടെ ഒരു സ്കൂട്ടി വാങ്ങിക്കുന്നത്. സ്കൂട്ടീന്റെ അടവിനോ ഒരു കാര്യത്തിനും എൻ്റെ ഹസ്ബൻഡിനെയോ വീട്ടുകാരെ ഞാൻ ആശ്രയിച്ചിട്ടില്ല. അങ്ങനെ ആ തുടക്കത്തിൽ മുന്നോട്ട് പോയി റീറ്റെയിൽ ചെയ്ത വരുമാനം കൊണ്ടൊക്കെ തന്നെയാണ് സ്കൂട്ടി വാങ്ങിച്ചത്. അങ്ങനെ ഒരു വർഷം കൃത്യമായിട്ട് ആ സ്കൂട്ടി കൊണ്ട് ഞാൻ ഫീൽഡിൽ ഓടിയപ്പോൾ എനിക്ക് അടുത്ത 2ാം വർഷം ആയപ്പോഴേക്കും എനിക്ക് ഒരു 2021
സ്കൂട്ടി വാങ്ങിച്ചു. 2022 എനിക്ക് ഒരു കാർ അച്ചീവറായിട്ട് മാറാൻ സാധിച്ചു. അപ്പോൾ അങ്ങനെ ആ കാറിലാണ് ഇന്ന് സഞ്ചരിക്കുന്നത്, ടാറ്റ ടിയാഗോന്റെ ഫുൾ ഓപ്ഷൻ കാറിൽ. അതുപോലെ തന്നെ എന്ന് മക്കള് ആഗ്രഹിക്കുന്ന പോലെ അവരെ പഠിപ്പിക്കാനും, അതുപോലെ നല്ല ജീവിത സാഹചര്യത്തിൽ എൻ്റെ ലൈഫ് സ്റ്റൈല് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു. അതുപോലെ ഒത്തിരി പേർക്ക് വരുമാനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നല്ല മൊബൈൽ ഫോണ്, ലാപ്ടോപ്പ് ഇതൊക്കെ ഉപയോഗിക്കാൻ, അതിലുപരി ഇന്ന് കമ്പനി വെച്ചിരിക്കുന്ന തായ്ലൻഡ് കോൺടെസ്റ്റ് അല്ലേ, നമ്മളൊക്കെ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയാണ്. ഇവിടെ തായ്ലൻഡ് കോൺടെസ്റ്റ് വിന്നേഴ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ല എങ്കിൽ ആ തായ്ലൻഡ് കോൺടെസ്റ്റിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അത് നന്നായിട്ട് ഏറ്റെടുത്ത് പ്രവർത്തിക്കുക. കാരണം സമയമായി, ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു, എനിക്ക് അനുവദിച്ച സമയം ആയിരിക്കുന്നു. അപ്പോൾ ഞാൻ വേഗത്തിൽ തന്നെ നിർത്താം. അപ്പൊ ഈ ഒരു ഇതില് തായ്ലൻഡ് കോൺടെസ്റ്റ് ഏറ്റെടുക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറും ആ ഒരു കോൺടെസ്റ്റ്. അത് ഓരോ കാര്യങ്ങളും കമ്പനി ആയിക്കോട്ടെ, ടീം ആയിക്കോട്ടെ വെക്കുന്ന ഒരു മത്സരങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിച്ച് വിജയിച്ച് കാണിക്കുമ്പോഴാണ് നമ്മുടെ കൂടെ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേര് കടന്നു വരിക. അങ്ങനെയാണ് വലിയ ടീമിലേക്കും ഒരു നല്ലൊരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കുക. അപ്പൊ ആ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചാൽ വലിയ നേട്ടങ്ങൾ നമുക്ക് ഈ ബിസിനസ്സിലൂടെ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. എന്നിട്ട് ലീഡേഴ്സ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്താണോ അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു കഴിഞ്ഞ തായ്ലൻഡ് കോൺടെസ്റ്റിലേക്ക് എനിക്ക് കമ്പനിയുടെ ഭാഗമായിട്ട് ആ തായ്ലൻഡിലേക്ക് യാത്ര ചെയ്യാൻ സാധിച്ചു. സാധാരണക്കാരിയായ വീട്ടമ്മ തായ്ലൻഡിൽ പോയിട്ട് നമ്മുടെ കമ്പനിയുടെ ചെലവില് ഫ്രീ ആയിട്ട് ഒരു 5 ദിവസം എൻജോയ് ചെയ്യാൻ, തായ്ലൻഡ് എന്ന് പറയുന്ന ആ സ്വപ്നഭൂമി കാണാനും അവിടെ പോകാനും സാധിച്ചു. ഒത്തിരി ഒത്തിരി സന്തോഷമാണ്. കാരണം ജീവിതത്തിൽ ഒരിക്കലും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഒരു 25 കിലോമീറ്ററിനപ്പുറത്തേക്ക് യാത്ര ചെയ്തിട്ടില്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ലാത്തൊരു വീട്ടമ്മയാണ്. പക്ഷെ തായ്ലൻഡിലേക്ക് ആദ്യമായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഓരോരുത്തരും എൻ്റെ കൂട്ടുകാരായിട്ടുള്ള അല്ല പരിചയക്കാരായിട്ടുള്ളവരൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ഗൾഫിലൊക്കെ എനിക്ക് എന്തെങ്കിലും പോകാൻ പറ്റുമോ, അപ്പോൾ ജോലിക്കാണല്ലോ പോണത്. അപ്പൊ അത് ഞാൻ വിചാരിക്കേ ജോലി എന്തായാലും ഞാൻ പോണില്ല, കിട്ടിയാലും പോകില്ല, കാരണം എൻ്റെ വീട്ടുകാരെയും കുഞ്ഞുങ്ങളെയൊന്നും പിരിഞ്ഞു നിൽക്കാൻ എനിക്ക് പറ്റില്ല, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ സാധിക്കില്ല, ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ആ രാജ്യമൊക്കെ കാണാൻ സാധിക്കില്ല എന്ന് ചിന്തിച്ചിരുന്ന എനിക്ക് തായ്ലൻഡിലേക്ക് ഒരു യാത്ര പോകാൻ പറ്റി. അങ്ങനെ ആ തായ്ലൻഡ് എന്ന് പറയുന്ന സ്വപ്നഭൂമി കണ്ടു, ആസ്വദിച്ചു 5 ദിവസം. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിലും ഇവിടെ നമുക്കൊക്കെ അവസരമായിട്ട് കൈവന്നിരിക്കുകയാണ് ഏറ്റവും നല്ല ആ തായ്ലൻഡ് കോൺടെസ്റ്റ്. അതൊക്കെ ഒന്ന് ഏറ്റെടുത്തുകൊണ്ട് ശക്തമായിട്ട് പ്രവർത്തിച്ച് തായ്ലൻഡ് കോൺടെസ്റ്റ് വിന്നേഴ്സ് ആകാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. അപ്പോൾ എത്ര വലിയ സ്വപ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും അതൊക്കെ സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുക, പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക, വിശ്വാസത്തോടുകൂടി, ഏറ്റവും നല്ല വിശ്വാസം നമുക്ക് ഉണ്ടാവണം, ആ വിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുക. എൻ്റെ ഹസ്ബൻഡ് ഏറ്റവും എതിർത്ത സമയത്ത് അദ്ദേഹം ഈ ബിസിനസ്സിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പോലും പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യുക ചെയ്തത്. അദ്ദേഹത്തെ അനുസരിച്ചുകൊണ്ട് പലപ്പോഴും അദ്ദേഹം അറിയാതെ പല ആളുകൾക്ക് പ്രൊഡക്റ്റ് കൊണ്ട് കൊടുത്തും അല്ലെങ്കിൽ ഈ ബിസിനസ് മീറ്റിങ്ങുകളിൽ പങ്കെടുത്തും ഒക്കെ ആ കൃത്യം വീട്ടിൽ 6 മണിക്ക് വീട്ടിൽ കയറണം എന്ന് പറയുമായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞ അത്രയും ശക്തമായിട്ട് ഒരുപാട് പറയാനാണ്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നീട് ഒരിക്കൽ നമുക്ക് വീണ്ടും സംസാരിക്കാം, ഇനിയും നമുക്ക് ഒരുമിച്ച് ചേരാം. അപ്പൊ അന്ന് അങ്ങനെ എതിർത്തിരുന്ന വ്യക്തി ഇന്ന് ഏത് പാതിരാത്രിക്കാണെങ്കിലും എന്റെ കൂടെയുണ്ട്. എവിടെ വേണമെങ്കിലും പോകണമെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ വേണമെങ്കിലും പോകാൻ അദ്ദേഹം റെഡിയാണ്. അങ്ങനെ ശക്തമായിട്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് അദ്ദേഹം ഇന്ന് ടീം കോർഡിനേറ്റർ റാങ്കിലാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി മേഖലയൊക്കെ കെട്ടിട നിർമ്മാണം, കൺസ്ട്രക്ഷൻ മേഖല, കോൺട്രാക്ടർ ആയിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് അദ്ദേഹം ഇന്ന് ഫുൾ ടൈം കരിയറായിട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഫാമിലി ആയിട്ട് എല്ലാവർക്കും എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരം, അത് ശക്തമായിട്ട് ഏറ്റെടുക്കുക. ഇതിൽ ഏറ്റെടുത്ത് തീരുമാനമൊക്കെ എടുത്ത് ശക്തമായി പ്രവർത്തിച്ച് വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും സർവേശ്വരനെ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഈ ഒരു മീറ്റിംഗിലേക്ക് ക്ഷണിച്ച ഉമർ ഉസ്താദിനും അതുപോലെ തന്നെ ഫസൽ സാറിനും ഒക്കെ ഒത്തിരി സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. വിഷ് യു ഓൾ സക്സസ്. ജയ് ഹിന്ദ്, ജയ് മലസ്മാക്കും. താങ്ക്